അപ്പോൾ ഗൈസ്, ഇതിൻ്റെ ഒരു പുതിയ വീഡിയോ ആണ്. എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ട്രൈ ചെയ്യാൻ പോകുന്നത് ആക്സിലറേഷൻ ബേസ്റ്റ് സ്കിൽ എങ്ങനെ ട്രൈ ചെയ്യാന്നുള്ളതാണ്. എങ്ങനെ പ്രോപ്പറായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുമെന്നുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആക്സിലറേഷൻ ബേസ്റ്റുള്ള പ്ലേയേഴ്സ് നമ്മൾ യൂസ് ചെയ്യാൻ പോവുകയാണ്. എൻ്റെ കയ്യിൽ ടോട്ടലൊരു 4-5 പ്ലേയേഴ്സ് ആക്സിലറേഷൻ ബേസ്റ്റുള്ളതുണ്ട്. നമുക്ക് ഫോർമേഷൻ സെറ്റ് ആക്കാം. ഈ ഫോർമേഷൻ ഓക്കെയാണ്, ഇത് വെച്ച് നമുക്ക് കളിക്കാം. ഓക്കെ, ഫസ്റ്റ് നമുക്ക് ട്രെയിനിങ്ങിൽ പോയിട്ട് നോക്കാം അത് എങ്ങനെയാണ് ആക്സിലറേഷൻ ബേസ്റ്റ് യൂസ് ചെയ്യേണ്ടതെന്ന്. ജസ്റ്റ് ഒരു ഫ്ലിക്കാണ്, ഒരു ഡയറക്ഷൻ സെലക്ട് ചെയ്യുക, അതിലേക്ക് ഫ്ലിക്ക് ചെയ്യുക. അപ്പോൾ അവിടെ പ്ലേയേഴ്സ് ഇല്ലെങ്കിൽ ആ ഗ്യാപ്പ് നോക്കി അവിടേക്ക് ഫ്ലിക്ക് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ ബോൾ ലൂസ് ആവാൻ ചാൻസ് ഉണ്ട്. പിന്നെ എപ്പോഴും ചുമ്മാ ഫ്ലിക്ക് ചെയ്യാതെ ബോളൊന്ന് ഫിനിഷ് ട്രിബിൾ ചെയ്തിട്ട് ഫ്ലിക്ക് ചെയ്യാൻ നോക്കുക. ഒന്നുകൂടെ സൂം ചെയ്തിട്ട് കാണിച്ചു തരാം. ഇപ്പം നോക്കിക്കോ, ജസ്റ്റ് ഒന്ന് സൈഡിലേക്ക് മാറുക, എന്നിട്ട് ആക്സിലറേഷൻ ബൂസ്റ്റ് കൊടുക്കുക. അല്ലെങ്കിൽ ഒപ്പം പെട്ടെന്ന് ബോൾ ക്യാച്ച് ചെയ്യും. ഫിനിഷ് ട്രിബിൾ ചെയ്യുമ്പോൾ അവർ അറ്റാക്ക് ചെയ്യാൻ വരുന്ന ഡയറക്ഷൻ മാറിപ്പോകും. അതാണ് നമ്മൾ ഫസ്റ്റ് ഫിനിഷ് ചെയ്തിട്ട് ആക്സിലറേഷൻ ബൂസ്റ്റ് കൊടുക്കുന്നത്. അതാണ് പ്രോപ്പർ വേ ടു യൂസ് ആക്സിലറേഷൻ ബൂസ്റ്റ്. കണ്ടോ, ജസ്റ്റ് ഒന്ന് ബാക്കോട്ട് വരിക, അല്ലെങ്കിൽ സൈഡിലേക്ക് ഒന്ന് ജസ്റ്റ് ഫിനിഷ് ട്രിബിൾ ചെയ്യുക, എന്നിട്ടൊന്ന് ഡ്രിബിൾ ചെയ്യുക, അല്ലെങ്കിൽ ഒന്ന് ആക്സിലറേഷൻ ബൂസ്റ്റ് ഇട്ടിട്ട് ഫിനിഷ് ചെയ്യുക. നോക്കിയോ, കണ്ടോ, നമ്മൾ ഒപ്പോണൻറ്റിനെ ഇങ്ങോട്ടേക്ക് വലിച്ചിട്ട്, കാരണം നമ്മൾ ഫിനിഷ് ട്രിബിൾ ചെയ്തു, അവിടെ നമ്മൾ അറ്റാക്ക് ചെയ്യാൻ വന്നു, അവിടെ നിന്ന് മാറിപ്പോയി. നമുക്ക് ഒപ്പോണൻറ്റ് വന്നു, അവിടെ നമ്മൾ കറക്റ്റായിട്ട് ഡയറക്ഷൻ വേറെ സൈഡിലാണ്, ഒപ്പോണൻറ്റ് ഇല്ലാത്ത സൈഡിലേക്ക് മാറിപ്പോയി. ഇതെല്ലാം സ്പീഡ് ചെയ്യണം, അതാണ് വേറൊരു കാര്യം. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയാണ് ഇപ്പോൾ ട്രെയിനിങ് ഗ്രൗണ്ടിൽ ഇപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത്. ഇപ്പം നമ്മൾ ഒപ്പോണൻറ്റ് ചാർജ് ചെയ്യാൻ വരുന്ന അപ്പം തന്നെ ഒരു ചെറിയ ഫിനിഷ് ഇടുക, ആക്സിലറേഷൻ ബൂസ്റ്റ്. ഇത്രേ ഉള്ളൂ, സിമ്പിളാണ്, ഭയങ്കര എഫക്റ്റീവാണ്. യൂസ് ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 1-on-1 സിറ്റുവേഷനൊക്കെ സിമ്പിളായിട്ട് ബീറ്റ് ചെയ്ത് കയറി പോവാം. പിന്നെ ഡബിൾ പ്രസ് വരുമ്പോൾ അതിനനുസരിച്ച് നോക്കി ചെയ്യണമെന്നേ ഉള്ളൂ. നെയ്മറിൻ്റെ നോക്കിയപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്യണം പോയിൻ്റ് പുഷ് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ നമ്മളതിന് പങ്കെടുക്കാൻ വരാൻ വേണ്ടിയിട്ട്. പോയിൻ്റ് ഇപ്പോൾ ബ്ലോക്ക് ചെയ്യുന്നൊരു അനിമേഷൻ കണ്ടില്ല, അപ്പോൾ അത് ബ്ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വെയിറ്റ് ചെയ്തിട്ട് നമ്മുടെ ഷൂട്ട്. അപ്പോൾ നമ്മൾ നൈസായിട്ട് അവിടെ നിന്ന് മാറിപ്പോയി. അതേപോലെ ഇവിടെ നിന്നും പ്രഷർ ചെയ്യാൻ വന്നു, നമ്മൾ അവിടെ നിന്ന് ജസ്റ്റ് ഒരു ഫിനിഷ് ചെയ്തു മാറിപ്പോയി. നിങ്ങൾക്ക് സ്കില്ല് ചെയ്യാൻ അറിയാമെന്നുണ്ടെങ്കിൽ ഇത് വലിയ പാടുണ്ടാവില്ല, ഈസി ആയിരിക്കും. നമുക്കൊരു മാച്ചിലേക്ക്, ഓൺലൈൻ മാച്ചിലേക്ക് കയറി നോക്കാം എങ്ങനെയാണ് കാര്യങ്ങളെന്ന് കാണാറില്ല. ഒപ്പോണൻറ്റ് റോക്കോൻ്റെ ഫോർമേഷനാണ് ഇട്ടുകൊണ്ട് വന്നേക്കുന്നത്. ഈ ഫോർമേഷൻ എങ്ങനെ ബീറ്റ് ചെയ്യാൻ നോക്കാം. ഞാനിപ്പോൾ ഒരു അങ്കർമാനെ താഴത്തേക്ക് എടുത്തിട്ടുണ്ട്, കാരണം 3 CB ആണല്ലോ. അപ്പോൾ അങ്കർമാൻ താഴത്തേക്ക് വരുമ്പോൾ 4 ഡിഫൻസ് ആവും, 4 പീപ്പിൾ ആവും ഡിഫൻസിൽ. ഒരു ചാൻസ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് മാറിപ്പോവാതെ ചെയ്യണമെന്നില്ല, ഞാനിത് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ അവിടെ വെച്ച് ഞാൻ ആക്സിലറേഷൻ ബൂസ്റ്റ് ഇട്ടത്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് മാറി ഡബിൾ ചെയ്ത് പോയാലും മതി. ഇപ്പം ഡിസ്പോസസ് ആയി ബോള് പന്ത് റിസീവ് ചെയ്തു. അപ്പം തന്നെ ഞാൻ വെയിറ്റ് ചെയ്യുകയാണ് ഒപ്പോണൻറ്റിൻ്റെ പുഷിന് വേണ്ടിയിട്ട്. ഉണ്ടോ, അവിടെ ആ ഡിഫൻഡർ ഫുള്ളായിട്ട് ബീറ്റായി പോയി. ഒപ്പോണൻറ്റ് പ്രെഡിക്റ്റ് ചെയ്യും നമ്മളൊരു സൈഡിലേക്ക് പോകുന്നു, അതിൻ്റെ ഓപ്പോസിറ്റ് നമ്മൾ ആക്സിലറേഷൻ ബൂസ്റ്റ് ഇട്ട് മാറുക,
പാസ് കൊടുക്കുക അല്ലെങ്കിൽ ഷൂട്ട് അടിക്കുക. ഡബിൾ ടച്ച് ആൻഡ് ബൂം പോലെ തന്നെ ആക്സിലറേഷൻ ബേസ്റ്റ് ആൻഡ് ബൂമും ചെയ്യാം. അപ്പോൾ എനിക്ക് കളിക്കാൻ കുറച്ച് പാടാണ് എത്ര അടുത്ത് വെച്ചുകൊണ്ട്, അതുകൊണ്ട് ഞാൻ ക്യാമറ ആംഗിൾ ഒന്ന് മാറ്റിയതാണ് കേട്ടോ. എമാലിൻ്റെ കാർഡ് ആക്സിലറേഷൻ ബേസ്റ്റ് ബെസ്റ്റാണ്, കാരണം അതിൻ്റെ പ്ലെയർ ഐ ഡി നൈസാണ്, സോ ഈസി ആയിട്ട് ചെയ്യാം. പിന്നെ നെയ്മറിൻ്റെ അടുത്ത് നിന്നൊരു പാസ്, ന്യൂനോമെൻഡസും നല്ലൊരു കാർഡാണ് കേട്ടോ അത്. നെക്സ്റ്റ് ഇവിടെ ഒരു കോംബോ കാണാം നമുക്കിപ്പോൾ. പോണിൻ്റെ വലിച്ച് ഈ ഡിഫൻഡർ ഇപ്പോൾ നമ്മളെ സ്കില്ലിടുന്നതുകൊണ്ട് ജസ്റ്റ് അറ്റാക്ക് ചെയ്യാണ്ട് അവൻ മാച്ചപ്പ് പ്ലസ് ചെയ്ത് അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു, അതുകൊണ്ട് ഈസി ആയിട്ട് ബീറ്റ് ചെയ്തു. ഇപ്പോൾ ഒരു ഡബിൾ ടച്ച് ഇട്ട് കുബോ കയറി, അവിടെ നിന്ന് നെയ്മർ അവൻ്റെ സ്പെഷ്യൽ ഡബിൾ ടച്ച് ഇട്ട് ഗോള്. സിമ്പിളാണ്, കാണുമ്പോൾ ഗെയിം ഭയങ്കര സിമ്പിളായിട്ട് തോന്നും പരിപാടി ഒന്ന് പഠിച്ചെടുത്താൽ. ഇപ്പോൾ അതോടെ ഈ മാച്ച് തീർന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ആക്സിലറേഷൻ ബേസ്റ്റ് എങ്ങനെ ചെയ്യണമെന്ന് മനസ്സിലായിട്ടുണ്ടാവും. അപ്പം ഞാൻ ഇപ്പോൾ ഈ ഗെയിമിൻ്റെ റീപ്ലേ 2 ഞാൻ കാണിച്ചു തരാം, എങ്ങനെയാണ് ഈ ഗെയിം പോയെന്നുള്ള കാര്യമൊക്കെ നമുക്കിപ്പോൾ കണ്ടു മനസ്സിലാവും. കേട്ടോ, ടോറസ് വെച്ച് ഫ്രീ ടോറസ് ആണ്, അവിടുന്ന് ഒരു സ്കില്ലിട്ട് മാറി എമാലിനൊരു പാസ് കൊടുത്തു, ഫിനിഷ്, സിമ്പിൾ.